അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ലത്തീഫ് എന്നത്. മൃദുവായി പെരുമാറുന്നവൻ എന്ന് നമുക്ക് ഈ ഇസ്മിന് അർത്ഥം പറയാം. പരിശുദ്ധമായ ഖുർആനിൽ 7 പ്രാവശ്യമാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അബ്ജദിയ്യത്ത് 129 ആണ്. ലത്തീഫ് എന്നാൽ അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് കാണാം. അൽ ബർറു ബി ഇബാദിഹി മിൻ ഹൈസു ലാ യഅലമൂൻ. അള്ളാഹു അവൻ്റെ അടിമകൾക്ക് ആ അടിമകൾ അറിയാത്ത വിധേന, അവർ വിചാരിക്കാത്ത രൂപത്തിൽ ഗുണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ലത്തീഫ് എന്ന നാമം ലുത്ഫ് എന്ന പദത്തിൽ നിന്ന് ഉണ്ടായതാണ്. ലുത്ഫ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ അതിൻ്റെ വിപരീതങ്ങളായ കാര്യങ്ങളുടെ രൂപങ്ങളിൽ മറച്ചു വെക്കുക എന്നാണ് അർത്ഥം. ഓരോ വിഷയങ്ങളെയും അതിൻ്റെ നേരെ വിപരീതമായി തോന്നുന്ന കാര്യങ്ങളിൽ അവ്യക്തമാക്കി മറച്ചുകൊണ്ട് വെക്കുക. നമുക്കറിയാം, യൂസുഫ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഈജിപ്ത് എന്ന രാജ്യത്തിൻ്റെ രാജ്യാധികാരം നൽകിയത് ഒരു അടിമയുടെ രൂപത്തിൽ പരീക്ഷിച്ചതിൻ്റെ കോലത്തിലായിരുന്നു. ആദ്യം ഒരു അടിമ എന്ന ഒരവസ്ഥയിൽ മഹാനരായ യൂസുഫ് അലൈഹിസ്സലാം ആവുകയും ആ അവസ്ഥയിലൂടെ തന്നെ അള്ളാഹു അവിടുത്തെ ഭരണാധികാരി ആക്കി. അതുപോലെ തന്നെ ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു തആല ഭൂമിയിലേക്ക് ആക്കുകയുണ്ടായി. സ്വർഗത്തിൽ വിലക്കപ്പെട്ട ഖനി പഴം ഭക്ഷിച്ചു എന്ന കാരണം കൊണ്ട്. ഹബീബരായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്ക വിജയം അള്ളാഹു നൽകി. ആദ്യം മക്കയാകുന്ന സ്വന്തം നാട്ടിൽ നിന്ന് മദീനയിലേക്ക് നിർബന്ധിതരായി പോകേണ്ട ആ ഒരു രൂപത്തിലായിട്ടാണ് പിന്നീട് മക്ക വിജയം നബി തങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്നത്. ഇങ്ങനെ ചരിത്രങ്ങളിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ ലത്തീഫ് എന്ന ഇസ്മ് ഒരു വസ്തുവിൻ്റെ ഗാഢമായി കിടക്കുന്ന എല്ലാ നന്മകളെയും അറിയുകയും വളരെ മൃദുലമായ നിലയിൽ ആ വസ്തുക്കളെ അതിൻ്റെ നന്മയിലേക്കും ഉന്നതിയിലേക്കും എത്തിക്കുകയും ചെയ്യുന്ന ആൾക്ക് പറയുന്ന നാമമാണ്. ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും ഗാഢമായി കിടക്കുന്ന സർവ്വ നന്മകളും അറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. ആ സർവ്വ വസ്തുക്കളെയും ഉന്നതിയിലേക്ക് എത്തിക്കുന്നതും അതിൻ്റെ നന്മകളിലേക്ക് എത്തിക്കുന്നതും അള്ളാഹു മാത്രമാണ്. ഈ ഇസ്മിനെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് കാണാം. അള്ളാഹു തആല എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുകയും സർവകാര്യങ്ങളിലും
തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന നിലക്ക് അള്ളാഹു ഹക്കമാണ്. ഓരോ കാര്യങ്ങളെയും ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്നു എന്ന നിലക്ക് അള്ളാഹു തആല ജവാദാണ്, വഹാബാണ്. ഓരോ കാര്യങ്ങളെയും അതിൻ്റേതായ ക്രമത്തിൽ രൂപപ്പെടുത്തുന്നു, സംവിധാനിക്കുന്നു എന്ന നിലക്ക് അള്ളാഹു മുസവ്വിറാണ്. ഓരോ വസ്തുക്കളെയും അതിൻ്റേതായ സ്ഥലങ്ങളിൽ, ആ വസ്തുവിനെ വെക്കേണ്ട സ്ഥലങ്ങളിൽ വെക്കുന്നു, സംവിധാനിക്കുന്നു എന്ന നിലക്ക് അള്ളാഹു അദ്ലാണ്. ഓരോ കാര്യങ്ങളിലും മൃദുലമായ നിലക്ക് അതിൻ്റെ നന്മകളിലേക്കും ഉന്നതികളിലേക്കും എത്തിക്കുകയും അതിൽ ഗാഢമായ വിഷയങ്ങളെ ശരിയായ നിലക്ക് അറിയുകയും ചെയ്യുന്നു എന്ന നിലക്ക് അള്ളാഹു ലത്തീഫാണ്. ഇങ്ങനെ ഈ ഇസ്മിന് വിശദീകരണം പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ലത്തീഫ് എന്ന് പറഞ്ഞാൽ സർവകാര്യങ്ങളിലും മറഞ്ഞു കിടക്കുന്ന എല്ലാ നന്മകളെയും അറിയുന്നവൻ, ആ നന്മകളെ അറിഞ്ഞ് ആ നന്മകളിലേക്ക് എത്തിക്കുന്നവൻ. ഒരു ഉമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിയുടെ അവസ്ഥ നാം എടുത്ത് പരിശോധിച്ചാൽ ആ കുട്ടിയുടെ അവസ്ഥ ശരിയായ നിലക്ക് അറിയുന്നവനും ആ കുട്ടിയെ ഏതൊക്കെ നന്മകൾ അതിനാവശ്യമുണ്ടോ ആ നന്മകളിലേക്കൊക്കെ എത്തിക്കുന്നതും അള്ളാഹുവാണ്. അത് അള്ളാഹുവിൻ്റെ ലുത്ഫാണ്. കുട്ടിക്കാവശ്യമായ ഭക്ഷണം, അതുപോലെ തന്നെ കുട്ടിക്ക് സുഖമായി വളരെ കുടുസായ ഗർഭപാത്രമാണെങ്കിലും കുട്ടിക്കാവശ്യമായ വിശാലത എല്ലാം അല്ലാഹു തആല അതിൽ നൽകുന്നു. ലത്തീഫ് എന്നതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവ്യക്തമായി കിടക്കുന്നവൻ എന്ന അർത്ഥമുണ്ട്. നമുക്ക് അറിയാൻ പറ്റാത്ത അവ്യക്ത കാര്യങ്ങളെ അറിയുന്നവൻ എന്നും അർത്ഥമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ മറഞ്ഞു കിടക്കുന്നവൻ എന്ന അർത്ഥത്തിലുള്ള ലത്തീഫാണ് അള്ളാഹു എന്ന ആ ഒരു തിരിച്ചറിവിലേക്ക് ഒരടിമ എത്തിയാൽ തീർച്ചയായും അവൻ്റെ ഖൽബിൽ അള്ളാഹുവിൻ്റെ ആ ഒരു സ്ഥാനവും മഹത്വവും വലിയതായ തോതിൽ സ്ഥലം പിടിക്കും എന്നാണ്. എല്ലാ രഹസ്യങ്ങളെയും അവ്യക്തമായതിനെയും അറിയുന്നവൻ എന്ന അർത്ഥത്തിലുള്ള ലത്തീഫാണ് എൻ്റെ സൃഷ്ടാവായ അള്ളാഹു എന്ന ബോധത്തിലേക്ക് ഒരു മനുഷ്യനെത്തുമ്പോൾ തീർച്ചയായും അവനിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകുന്നതിനെ തൊട്ട് അവൻ്റെ ഖൽബിലേക്ക് അള്ളാഹു പൊരുത്തപ്പെടാത്ത ചിന്താഗതികൾ വരുന്നതിനെ തൊട്ട് അവൻ അങ്ങേയറ്റം ശ്രദ്ധിക്കുകയും അത്തരത്തിലുള്ള വിഷയങ്ങൾ ഖൽബിൽ വരുന്നതിനെ അവൻ ഭയപ്പെടുകയും ഏത് രഹസ്യങ്ങളും മറഞ്ഞ വിഷയങ്ങളും അറിയുന്നവനാണ് എൻ്റെ റബ്ബ് എന്ന ഒരു പേടി അവനിൽ ഉണ്ടാവുകയും ചെയ്യും എന്നാണ്. ലത്തീഫ് എന്ന ഇസ്മുമായി തഅല്ലുക്കാകൽ, ബന്ധം ഉണ്ടാകൽ എല്ലാ വസ്തുക്കളിലും അള്ളാഹുവിൻ്റെ ലുത്ഫിനെ കാണലാണ്. ഈ പ്രപഞ്ചത്തിൽ ഏതെല്ലാം വസ്തുക്കൾ ഉണ്ടോ മുഴുവൻ വസ്തുക്കളിലും വ്യാപകമായി കിടക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്തരമായ ഒരു അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ലുത്ഫ് എന്നത്. ഏതൊരു വസ്തുവിനെയും മൃദുലമായ നിലക്കാണ് അള്ളാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. ഈ ഒരു ബോധത്തിലേക്ക് ഈ ഇസ്മുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തുമ്പോൾ നമുക്ക് എത്താൻ സാധിക്കും.
ഈ ലത്തീഫ് എന്ന ഇസ്മുമായി തഖല്ലുക്ക് ആകൽ, സ്വഭാവം ശ്രദ്ധിക്കൽ, അള്ളാഹുവിൻ്റെ എല്ലാ അടിമകളോടും വളരെ മാർദ്ദവമായ നിലക്ക്, മൃദുവായ നിലക്ക് സമീപിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിലേക്കും പരിശുദ്ധമായ ദീനിലേക്കും ഉഖ്റവിയായ വിജയത്തിലേക്കുമൊക്കെ ജനങ്ങളെ നാം നയിക്കുമ്പോൾ വളരെ മയത്തോടുകൂടെ, വളരെ മൃദുലമായ നിലയിൽ അവരെ സമീപിച്ചുകൊണ്ട് അവരെ നമ്മൾ ക്ഷണിക്കേണ്ടതുണ്ട്. നമ്മളുടെ ദഅവത്തിൻ്റെ മേഖലയിൽ, പ്രബോധനത്തിൻ്റെ മേഖലയിൽ തീർച്ചയായും അല്പം പോലും മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ശൈലികൾ ഉണ്ടാകാൻ പാടില്ല. വളരെ പ്രസിദ്ധമായ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു അഅറാബിയായ ഒരു മനുഷ്യൻ വന്നുകൊണ്ട്, ഒരു കാട്ടറബി എന്നൊക്കെ പറയാം, സംസ്കാര സമ്പന്നരായ ആളുകളോടൊത്ത് ജീവിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ഒരു സാധുവായ മനുഷ്യൻ വന്ന് നബി തങ്ങളോട് പറഞ്ഞു, എനിക്ക് ഇസ്ലാമാകണം എന്നാഗ്രഹമുണ്ട്. നബി തങ്ങൾക്ക് വലിയ സന്തോഷമായി. ആ സമയത്ത് അറാബിയായ മനുഷ്യൻ പറഞ്ഞു, സുബ്ഹി നിസ്കാരം അതെനിക്ക് ഒഴിവാക്കി തരണം. കാരണം രാവിലെ നേരത്തെ എഴുന്നേറ്റ് സുബ്ഹി നിസ്കരിക്കുക എന്നത് എന്നെക്കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. നബി തങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം സുബ്ഹിയും സുബ്ഹിക്ക് മുമ്പുള്ള തഹജ്ജുദ് നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തി എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. ഇവിടെ നബി തങ്ങൾ വളരെ കർശനമായി, സുബ്ഹി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നീ ഇസ്ലാമായാൽ മതി, അല്ലെങ്കിൽ നിനക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ അദ്ദേഹം ദുർമാർഗത്തിലായി ജീവിച്ച് മരണപ്പെട്ടു പോകുമായിരുന്നു. നബി തങ്ങളുടെ ആ ഒരു മൃദുലതയുടെ ശൈലിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഈ ഇസ്മുമായിട്ട് നമ്മൾ കൂടുതൽ ബന്ധം പുലർത്തുമ്പോൾ നമ്മിൽ ഉണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമുക്കൊക്കെ അങ്ങേയറ്റത്തെ ഗുണവും മൃദുലതയും ചെയ്യുന്നു എന്ന കാരണം കൊണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം നമുക്ക് കൂടുതൽ കൂടുതൽ ഓരോ നിമിഷവും വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. എൻ്റെ റബ്ബ് എനിക്ക് പല അനുഗ്രഹങ്ങളും നൽകുന്നത് ആ അനുഗ്രഹത്തിൻ്റെ നേരെ വിപരീതമായ നിലയിൽ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളിലൂടെയൊക്കെയാണ് എന്ന രൂപത്തിലുള്ള ബോധം നമ്മളിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ആ റബ്ബിനെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹം കൊണ്ടും അള്ളാഹുവിന് എതിര് ചെയ്യുന്നതിൻ്റെ മേലിൽ, തെറ്റ് ചെയ്യുന്നതിൻ്റെ മേലിൽ നാം സഹായം തേടുകയില്ല. അള്ളാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് നാം ദോഷങ്ങൾ ചെയ്യാൻ തയ്യാറാവുകയില്ല ഈ ഇസ്മുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തുമ്പോൾ. അതുപോലെ തന്നെ സത്യസന്ധമായ നിലക്ക് അള്ളാഹുവിൻ്റെ മേലിൽ ഭരമേൽപ്പിക്കുന്ന സ്വഭാവമുണ്ടാകും. കാരണം നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഹദീസുണ്ട്, ഒരു മുഅ്മിനിൻ്റെ കാര്യം വലിയ അത്ഭുതമാണ്. കാരണം അവൻ്റെ സർവ്വകാര്യങ്ങളും അവന് നന്മയാണ്. അവന് അനുഗ്രഹം ലഭിച്ചാൽ അവനതിൽ അള്ളാഹുവിന് ശുക്റും ചെയ്താൽ അതും അവനക്ക് ഖൈറാണ്. നേരെ മറിച്ച് അവന് പ്രയാസമാണ്, ബുദ്ധിമുട്ടായ ഒരു വിഷയമാണ് ഉണ്ടായത്, അതിൽ അവൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ അതും അവന് ഖൈറാണ് എന്ന് പറയുന്ന ഹദീസ്
അതൊക്കെ നമുക്ക് പാഠമാണ്. ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തുമ്പോൾ സത്യസന്ധമായ നിലക്ക് അള്ളാഹുവിൻ്റെ മേലിൽ ഭരമേൽപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു സത്യവിശ്വാസി എല്ലാ ചെറുദോഷങ്ങളിലും വലുദോഷങ്ങളിലും, അല്ലെങ്കിൽ എല്ലാ ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും അവൻ്റെ ശരീരത്തോട് വിചാരണ നടത്തുന്ന ആ ഒരു സ്വഭാവവും അവനിൽ ഉണ്ടാകും. കാരണം എൻ്റെ റബ്ബ് ഗാഢമായ നിലക്ക് സർവകാര്യങ്ങളെയും അറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറുദോഷത്തെപ്പോലും ഞാൻ അതൊരു ചെറിയ തെറ്റല്ലേ എന്ന നിലക്ക് കാണാൻ പാടില്ല. ചെറിയ ചെറിയ കല്ലുകൾ ഒരുമിച്ച് കൂടിയിട്ടാണ് വലിയ പർവ്വതമുണ്ടാകുന്നത് എന്നതുപോലെ ചെറിയ ചെറിയ തെറ്റുകൾ, ഞാൻ നിസ്സാരമായി കാണുന്ന ചെറിയ ചെറിയ തിന്മകൾ ഒരുമിച്ച് കൂടി അത് വലിയ പാപമാകും. ഒരു തെറ്റ് എൻ്റെ കണ്ണിൽ എത്ര കണ്ട് ചെറുതാകുന്നുണ്ടോ അത്ര കണ്ട് എൻ്റെ സൃഷ്ടാവിൻ്റെ അടുക്കൽ അത് വലിയ ഗൗരവമുള്ളതാകുമെന്ന ആ ഒരു ബോധത്തിലേക്ക് തീർച്ചയായും അവന് എത്താൻ കഴിയും. ലത്തീഫ് എന്ന ഇസ്മിൻ്റെ പ്രത്യേകതകൾ ധാരാളം ഉണ്ട്. അതിൻ്റെ അബജദീയത്തായ കണക്കാകുന്ന 129 പ്രാവശ്യം നമ്മൾ കഴിവിൻ്റെ പരമാവധി ചൊല്ലാൻ ശ്രമിക്കുക. അതിനേക്കാൾ കൂടുതലാക്കിയാലും നല്ലത് തന്നെയാണ്. ഒരുപാട് നമ്മെ പ്രയാസപ്പെടുത്തുന്ന വേദനകളിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ടാകാൻ, പല ഇടുങ്ങിയ കുടുസായ സാഹചര്യങ്ങളിലും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് വിശാലത ഉണ്ടാകാൻ, നമ്മളുടെ വിഷയങ്ങളിൽ വളരെ മൃദുലമായ നിലക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാൻ, നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നീങ്ങിപ്പോകാൻ, കഠിനമായ രോഗങ്ങളിൽ നിന്ന്, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ, അക്രമികളായ ആളുകളുടെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ, അതേപോലെ തന്നെ നാമൊക്കെ ഭയക്കുന്ന സർവപ്രതിസന്ധികളിൽ നിന്നും രക്ഷ നേടാൻ, അതുപോലെ നിത്യരോഗികളായ ആളുകൾക്ക് പരിപൂർണമായ സമാധാനവും ശിഫയും കിട്ടാൻ, കച്ചവടത്തിലും അതേപോലെ തന്നെ വിവാഹപരമായ വിഷയങ്ങളിലും വീട് നിർമ്മാണം പോലെയുള്ള വിഷയങ്ങളിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോകാൻ, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളും ഫലങ്ങളും ഈ മഹത്തായ ഇസ്മിന് പണ്ഡിതന്മാർ എണ്ണിപ്പറയുന്നുണ്ട്. അല്ലാഹു തആല ഈ ഇസ്മിനെ ധാരാളമായി ചൊല്ലാനും അതിൻ്റെ തഖല്ലുഖിനും തഅല്ലുഖിനും അതിലൂടെയുള്ള നേട്ടങ്ങളൊക്കെ കൈവരിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ.